ഹലോ ഫ്രണ്ട്സ്, വിക എഡ്യൂക്കേഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പാരാമെഡിക്കലിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോഴ്സിനെ കുറിച്ചിട്ടാണ് ചർച്ച ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുന്നത്, റേഡിയോളജി. അപ്പോൾ ഏറ്റവും കൂടുതൽ സ്റ്റുഡൻസ് ചോദിക്കുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ് റേഡിയോളജി. അതുപോലെ തന്നെ ജോലി സാധ്യതയും അതേപോലെ തന്നെ ഹയർ സ്റ്റഡി ഓപ്ഷൻസും ഒത്തിരി ഉള്ള ഒരു മേഖല തന്നെയാണ് റേഡിയോളജി. ഇപ്പോൾ റേഡിയോളജിയുടെ കോഴ്സ് ഡ്യൂറേഷൻ എങ്ങനെയാണ്, അതിൻ്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ എങ്ങനെയാണ്, ഫീസ് എങ്ങനെയാണ്, ഹയർ സ്റ്റഡീസ് ഓപ്ഷൻസിൽ എന്തൊക്കെയാണ് വരുന്നത്. അപ്പോൾ നമുക്ക് എന്താണ് റേഡിയോളജി എന്ന് നോക്കാം. അതിനുശേഷം അതിൻ്റെ കോഴ്സ് ഡ്യൂറേഷൻ എത്രയാണെന്ന് നോക്കാം. റേഡിയോളജിയുടെ കോഴ്സ് ഡ്യൂറേഷൻ വരുന്നത് ഇപ്പോൾ ഡിഗ്രി കോഴ്സാണ്, അതായത് BSc റേഡിയോളജി കോഴ്സാണെങ്കിൽ 4 വർഷമാണ് വരുന്നത്. 3 വർഷം ക്ലാസ്സും പ്ലസ് 1 ഇയർ ഇൻറ്റേൺഷിപ്പുമാണ് വരുന്നത്. ഇനി ഡിപ്ലോമയാണ് വരുന്നതെങ്കിൽ 2.5 വർഷമാണ് വരുന്നത്. 2 വർഷം കോഴ്സും 6 മാസം ഇൻറ്റേൺഷിപ്പുമാണ് വരുന്നത്. ഇനി ഡിഗ്രി എടുക്കുന്ന സ്റ്റുഡൻസിന് +2 PCB ഉണ്ടായിരിക്കണം, അതായത് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഉള്ള സ്റ്റുഡൻസിനാണ് നമുക്ക് റേഡിയോളജി ഡിഗ്രി ലെവൽ കോഴ്സ് എടുക്കാൻ പറ്റുന്നത്. ഇനി ഡിപ്ലോമയാണെങ്കിൽ എനി ഡിപ്പാർട്ട്മെൻറ്റ് എടുത്താലും നമുക്ക് പോകാൻ പറ്റും, അതായത് ഹ്യൂമാനിറ്റീസ് എടുത്തവർക്കോ കമ്പ്യൂട്ടർ സയൻസ്, കൊമേഴ്സ് പോലെയുള്ള സബ്ജക്ട്സ് എടുത്തവർക്കോ പോകാൻ പറ്റും. ഡിഗ്രിക്ക് പോകുന്നതെങ്കിൽ PCB കമ്പൽസറി ആണ്. ഇനി ഇതിൻ്റെ എലിജിബിലിറ്റി മാർക്ക് വരുമ്പോൾ 50%. ഇപ്പോൾ യൂണിവേഴ്സിറ്റി പറഞ്ഞിരിക്കുന്നത് BScക്കാർക്ക് 50%, ദെൻ ഡിപ്ലോമക്കാർക്കും 45% വരുന്നത്. ഈ ഒരു മാർക്ക് വരുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു കോഴ്സിന് അപ്ലൈ ചെയ്യാം. അപ്പോൾ നമുക്കാണെങ്കിൽ കേരളത്തിനകത്ത് ഇതിൻ്റെ കോളേജുകളുടെ എണ്ണം വളരെ കുറവാണ്. LBS ത്രൂ ആണ് അലോട്ട് നടക്കുന്നത്, ഗവൺമെൻറ്റാണ് അലോട്ട് ചെയ്യുന്നത്. ഒരു 95 എബോയ്ക്ക് ഉണ്ടെങ്കിൽ നമുക്ക് കേരളത്തിനകത്ത് സാധ്യതയുണ്ട്. ഇല്ല എങ്കിൽ നമുക്ക് കേരളത്തിന് പുറത്ത് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിൽ ഒത്തിരി നല്ല കോളേജസ് അവൈലബിൾ ആണ്. അവിടെ നമുക്ക് അഡ്മിഷൻ എടുക്കേണ്ട ചാൻസസും ഉണ്ട്. അപ്പോൾ എന്താണ് റേഡിയോളജി കഴിഞ്ഞ സ്റ്റുഡൻസ് എന്താണ് ചെയ്യുന്നത്? ഇപ്പോൾ റേഡിയോളജി കഴിഞ്ഞ ഒരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ 2 കാറ്റഗറി ആയിട്ടാണ് പോകുന്നത്. ഒന്ന് റേഡിയോ ഡയഗ്നോസിസ് വരുന്നുണ്ട്, അതുപോലെ തന്നെ റേഡിയോ തെറാപ്പി വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ റേഡിയോ ഡയഗ്നോസിസിനകത്ത് വരുന്നത് എക്സ്റേ വരുന്നുണ്ട്, CT സ്കാനിങ് വരുന്നുണ്ട്, അൾട്രാസൗണ്ട് സ്കാനിങ് വരുന്നുണ്ട്, അൾട്രാസോണോഗ്രാഫി വരുന്നുണ്ട്, അതായത് USG വരുന്നുണ്ട്, ദെൻ MRI വരുന്നുണ്ട്, ഫ്ലൂറോസ്കോപ്പി വരുന്നുണ്ട്, ന്യൂക്ലിയർ മെഡിസിൻ വരുന്നുണ്ട്, ഇൻ്റർവെൻഷണൽ റേഡിയോളജി വരുന്നുണ്ട്. ഇത്രയും ഡിപ്പാർട്ട്മെൻറ്റ്സാണ്, ഇത്രയും മൊഡാലിറ്റീസാണ് നമ്മുടെ റേഡിയോ ഡയഗ്നോസിസിനകത്ത് വരുന്നത്. ഇനി അതുപോലെ തന്നെ റേഡിയോ തെറാപ്പിയിലും 1-2 മൊഡാലിറ്റീസ് വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ എക്സ്റേ ആണ് ഇപ്പോൾ ഒരു റേഡിയോളജി കഴിഞ്ഞ ഒരാൾക്ക് മെയിനായിട്ട് നമ്മൾ വർക്ക് ചെയ്യാൻ പോകുന്ന എക്സ്റേ എന്നുള്ളൊരു കാറ്റഗറിക്കകത്താണ്. ഏറ്റവും മെയിനായിട്ടുള്ളൊരു ഡിപ്പാർട്ട്മെൻറ്റാണ് എക്സ്റേ റിലേറ്റ് ചെയ്യുന്നതാണ് ബാക്കി കുറച്ച് ഡിപ്പാർട്ട്മെൻറ്റ്സ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ എന്താണ് എക്സ്റേക്കകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് വരുന്നത്? എക്സ്റേ എന്ന് മീൻ ചെയ്യുന്നത് നമുക്കറിയാമല്ലോ. ഇപ്പോൾ ഒരു ആക്സിഡൻറ്റ് കേസായിട്ട് ഇപ്പോൾ ബോണ് ഫ്രാക്ചേർഡായി പെട്ടെന്ന് എന്തായാലും ഡോക്ടർ എന്ത് പറയുന്നുണ്ട് എക്സ്റേ എടുത്തിട്ട് വരും. ഇനി നമ്മൾ ഏതൊരു സർജറിക്ക് പോയാലും നോർമലി നമ്മുടെ ചെസ്റ്റ് അവർ എക്സ്റേ എടുത്തിട്ട് വരാൻ പറയും. ഇപ്പോൾ ഒരു മെയിനായിട്ടൊരു ഇപ്പോൾ ഈ റേഡിയോളജി കഴിയുന്ന ഒരാളുടെ മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് എക്സ്റേ എന്നുള്ളൊരു ഡിപ്പാർട്ട്മെൻറ്റിനകത്തായിരിക്കും. പിന്നെ അടുത്തതായിട്ട് വരുന്ന CT സ്കാനിങ് ഡിപ്പാർട്ട്മെൻറ്റാണ് വരുന്നത്. ഇപ്പോൾ CT സ്കാനിങ്ങിനകത്ത് വരുന്നത് ഇപ്പോൾ എക്സ്റേ ആണെങ്കിൽ നമ്മൾ 2 ഡയമെൻഷണൽ ആയിട്ടുള്ളൊരു പിക്ചറായിരിക്കും നമുക്ക് കിട്ടുന്നത്, അതായത് ഒരു 2 സൈഡ് പിക്ചറായിരിക്കും നമുക്ക് കിട്ടുന്നത്. പക്ഷേ CTയിലോട്ട് പോകുമ്പോൾ നമ്മൾ ഒരു ബോണിനെ നമ്മൾ സ്ലൈസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ എല്ലാ പാർട്സും നമുക്ക് അറിയാൻ പറ്റും. അതാണ് ഈ CT സ്കാനിങ്ങിനകത്ത് വരുന്നത്. അത് എക്സ്റേയും CT സ്കാനിങ് കൂടെ കമ്പൈൻഡ് ആയിട്ട് വരുന്നതാണ് ഈ CT സ്കാനിങ്ങിനകത്ത് വരുന്നത്. അപ്പോൾ 2 ഡയമെൻഷണൽ എന്നുള്ളത് മാറിയിട്ട് അത് ഹോളായിട്ട് നമുക്ക് അറിയാൻ പറ്റും, എന്താണ് പ്രോബ്ലം എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും. ഇനി MRI വരുമ്പോൾ MRIക്കകത്ത് വരുന്ന മാഗ്നറ്റിക് എഫക്റ്റ് കൊടുത്തിട്ട് വരുന്ന സ്കാനിങ് ആണ് MRI സ്കാനിങ്. പ്ലസ് എക്സ്റേ കൂടെ അതിനകത്ത് കമ്പൈൻഡ് ആയിട്ട് വരുന്നതാണ്. ഫുൾ ഡീറ്റെയിൽ ആയിട്ട് നമുക്കൊരു റിപ്പോർട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. ഇനി അൾട്രാസോണോഗ്രഫി
അൾട്രാസോണോഗ്രഫി നമുക്ക് എല്ലാവർക്കും അറിയാമെന്നുള്ളതുപോലെ തന്നെയാണ് ഗർഭിണികൾക്കും അത് മാത്രമല്ല ഇപ്പോൾ വയറ് റിലേറ്റ് ചെയ്ത് സ്റ്റൊമക്ക് റിലേറ്റ് ചെയ്ത് വരുന്ന ഡിസീസസ് ഇപ്പോൾ കിഡ്നി സ്റ്റോൺ ആയിക്കോട്ടെ അപ്പൻഡിക്സ് ആയിക്കോട്ടെ ഇതെല്ലാം നമ്മൾ സ്കാൻ ചെയ്യുന്നത് അൾട്രാസോണോഗ്രഫി ഉപയോഗിച്ചാണ് USG ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ അത് ഹൈ സൗണ്ട് ഫ്രീക്വൻസി വഴിയാണ് നമുക്ക് ഈ ഒരു മെത്തേഡിലോട്ട് പോകുന്നത്. അപ്പം അതും ഈ ഒരു റേഡിയോളജി കഴിഞ്ഞ ആൾക്ക് വരുന്ന ഒരു ജോബാണ്. ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റിനകത്തും നമുക്ക് വർക്ക് ചെയ്യേണ്ട ഓപ്ഷനുണ്ട്. ഇനി ന്യൂക്ലിയർ മെഡിസിനകത്ത് വരുന്നതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ളത് റേഡിയോളജിയിൽ അഡ്വാൻസ് ആയിട്ടുള്ള മെഷീൻസ് കാര്യങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഈ ന്യൂക്ലിയർ മെഡിസിനകത്ത് വരുന്നത്. ഇതിനകത്തും നമ്മുടെ റേഡിയോളജി കഴിഞ്ഞ ആൾക്ക് വർക്ക് ചെയ്യേണ്ട ഓപ്ഷനുണ്ട്. ഇൻ്റർവെൻഷണൽ റേഡിയോളജി വരുന്നുണ്ട്. അതിനകത്ത് വരുന്നത് ഈ CT സ്കാനിങ്ങും എക്സ്റേയും കൂടെ മിക്സ് ചെയ്ത് വരുന്നതാണ് ഇൻ്റർവെൻഷൻ റേഡിയോളജി. അതിനകത്തും വരുന്നത് റേഡിയോളജി കഴിഞ്ഞ ഒരു സ്റ്റുഡൻറ്റിന് ഈ പറഞ്ഞ ഡിപ്പാർട്ട്മെൻറ്റ്സിനകത്ത് നമുക്ക് വർക്ക് ചെയ്യേണ്ട ഓപ്ഷനുണ്ട്. അത് റേഡിയോ ഡയഗ്നോസിസ് ഡിപ്പാർട്ട്മെൻറ്റിനകത്ത് വരുന്ന മൊഡാലിറ്റീസാണ് CT സ്കാനിങ്, എക്സ്റേ, MRI, ഫ്ലൂറോസ്കോപ്പി, USG, ന്യൂക്ലിയർ മെഡിസിൻ, ദെൻ ഇൻ്റർവെൻഷണൽ റേഡിയോളജി. ഫ്ലൂറോസ്കോപ്പി എന്ന് പറഞ്ഞിട്ട് വരുന്ന ഡിപ്പാർട്ട്മെൻറ്റിനകത്താണെങ്കിൽ നമുക്ക് റിയൽ ടൈം ഇമേജാണ് നമുക്ക് വ്യൂ ചെയ്യാൻ പറ്റുന്നത്. അതായത് ഇപ്പോൾ ഇപ്പോൾ സ്റ്റൊമക്കിനകത്തോട്ട് നമ്മളിപ്പോൾ നോർമലി ഈ ഒരു ഫ്ലൂറോസ്കോപ്പി ചെയ്യുന്ന ടൈം ഡോക്ടേഴ്സ് അല്ലെങ്കിൽ അവിടെ നിൽക്കുന്ന ടെക്നീഷ്യൻ ഇപ്പോൾ ഈ പറഞ്ഞ റേഡിയോളജി കഴിഞ്ഞ ആൾ മെഡിസിൻ കൊടുക്കും. അത് നമ്മുടെ ഫുഡ് കഴിക്കുന്ന പൈപ്പ് വഴി സ്റ്റൊമക്കിലെത്തി ലാർജ് ഇൻറ്റസ്റ്റൈൻ സ്മോൾ ഇൻറ്റസ്റ്റൈൻ വഴിയൊക്കെ അതിൻ്റെ എല്ലാം റിയൽ ആയിട്ടുള്ള ഇമേജ് നമ്മൾ ഈ ഒരു ഫ്ലൂറോസ്കോപ്പി വഴി നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട്. അത് മോസ്റ്റ് മോഡേൺ ആയിട്ടുള്ള ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ടെക്നോളജിയാണ്. അപ്പോൾ അതിലും ഈ പറഞ്ഞ റേഡിയോളജിസ്റ്റിന് വർക്ക് ചെയ്യേണ്ട ഓപ്ഷനുണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മൾ സ്കാനിങ് ആയാലും എല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഒരു ഡോക്ടറിൻ്റെ കയ്യിൽ കൊടുത്ത് ഈ റിപ്പോർട്ട് കൊടുത്തിട്ട് ഡോക്ടറായിരിക്കും ഈ ഒരു കാര്യങ്ങളെല്ലാം ഡയഗ്നോസ് ചെയ്ത് പേഷ്യൻറ്റുമായിട്ട് സംസാരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് വരുന്ന മെഷീൻ ഓപ്പറേഷൻസ് പേഷ്യൻറ്റുമായിട്ടുള്ള കണക്ഷൻസ് വരുന്നുണ്ട്. മെഷീൻ ഓപ്പറേഷൻസ് കാര്യങ്ങളെല്ലാം തന്നെ റേഡിയോളജി പഠിച്ചു കഴിഞ്ഞ ഒരു കുട്ടിക്ക് വരുന്നുണ്ട്. ഇനി വരുന്നത് റേഡിയോ തെറാപ്പി നോർമലി നമ്മൾ ഇപ്പോൾ ഒരുപാട് കേൾക്കുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ് റേഡിയോ തെറാപ്പി. കാരണം ഒത്തിരി ക്യാൻസർ പേഷ്യൻസാണ് നമ്മുടെ ചുറ്റുപാടും ഉള്ളത്. അപ്പോൾ അവർ മെയിനായിട്ട് ചെയ്യുന്നത് ക്യാൻസർ ട്രീറ്റ്മെൻറ്റാണ്. അതായത് റേഡിയോ തെറാപ്പി എന്ന് ഉദ്ദേശിക്കുന്നത് തന്നെ നമ്മുടെ ശരീരത്തിലുണ്ടായിരിക്കുന്ന ക്യാൻസറിൻ്റെ സെൽസിനെ കരിയിച്ച് കളയുക. അപ്പോൾ അത് ഉപയോഗിച്ച് അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു റേഡിയോ തെറാപ്പി ഇതിനകത്താണ് വരുന്നത്. അതിനകത്ത് ഇപ്പോൾ റേഡിയോ തെറാപ്പി ഇപ്പോൾ ക്യാൻസർ ട്രീറ്റ്മെൻറ്റിന് 3 കാറ്റഗറിയാണ് വരുന്നത്. ഒന്ന് വരുന്ന സർജറി വരുന്നുണ്ട്, കീമോതെറാപ്പി വരുന്നുണ്ട്, റേഡിയോ തെറാപ്പി വരുന്നുണ്ട്. അതിൽ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മേഖലയാണ് ഈ ഒരു റേഡിയോ തെറാപ്പി. ഇപ്പോൾ റേഡിയോ തെറാപ്പിയൊക്കെ എടുക്കുന്നവർക്കറിയാം, ഇപ്പോൾ റേഡിയേഷൻ കഴിയുന്ന ടൈം ഇപ്പോൾ 10 വയസ്സിന് താഴോട്ടുള്ള കുഞ്ഞുമക്കളെ ഒന്നും അടുത്ത് നിർത്താൻ പാടില്ല. അപ്പോൾ അവർ അത്രയും ഡിസ്റ്റൻറ്റ് കീപ്പ് ചെയ്യണം. അത്രയും എഫക്റ്റീവായിട്ടുള്ളൊരു പ്രൊസീജിയറാണ് ഈ ക്യാൻസർ ട്രീറ്റ്മെൻറ്റിന് പ്രൊസീജിയറാണ് റേഡിയേഷൻ തെറാപ്പി. ഓക്കെ, അപ്പോൾ ഈ ഒരു ഡിപ്പാർട്ട്മെൻറ്റ്സിലാണ് നമ്മുടെ റേഡിയോളജി കഴിഞ്ഞ ഒരു സ്റ്റുഡൻറ്റിന് നിൽക്കാൻ പറ്റുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഓവറോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായി കാണും. ഇപ്പോൾ ഒരു സ്റ്റുഡൻറ്റ് ഇപ്പോൾ റേഡിയോളജി കഴിഞ്ഞ ഒരു സ്റ്റുഡൻറ്റിന് ഏതൊക്കെ ഡിപ്പാർട്ട്മെൻറ്റിൽ നിൽക്കാൻ പറ്റുമെന്നുള്ള ഒരു ഓവറോൾ കാര്യങ്ങൾ മനസ്സിലായി കാണും. റേഡിയോ ഡയഗ്നോസിസിനകത്ത് നിൽക്കാൻ പറ്റും, റേഡിയോ തെറാപ്പിക്കകത്തും നിൽക്കാൻ പറ്റും. നിങ്ങൾക്ക് ഏത് മേഖലയാണോ കൂടുതൽ താല്പര്യം അതിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. ചിലവർക്ക് ക്യാൻസർ ട്രീറ്റ്മെൻറ്റിനോട് വലിയ താല്പര്യം ഇല്ലയെന്ന് തോന്നും. അപ്പോൾ അവർക്കാണെങ്കിൽ ബാക്കി വരുന്ന CT വരുന്നുണ്ട്, MRI വരുന്നുണ്ട്, അൾട്രാസോണിക് വരുന്നുണ്ട്, ദെൻ ഫ്ലൂറോസ്കോപ്പി വരുന്നുണ്ട്. അങ്ങനെയുള്ള കോഴ്സുകൾക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് നിങ്ങൾക്ക് ചൂസ് ചെയ്യേണ്ട ഓപ്ഷനുണ്ട്. ഇപ്പോൾ റേഡിയോളജി കഴിഞ്ഞ സ്റ്റുഡൻസിന് ഈ ഒരു ഡിപ്പാർട്ട്മെൻറ്റുകളിലെല്ലാം തന്നെ വർക്ക് ചെയ്യേണ്ട ഓപ്ഷനുണ്ട്. ഇനി എല്ലാവരും ചോദിക്കുന്ന ഒരു ഡൗട്ടാണ്, ഇതിൽ വരുന്ന സിലബസസ് എന്തൊക്കെയാണ്, എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മളിതിൽ പഠിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആ ഒരു കാര്യങ്ങൾ വെച്ചിട്ടുള്ള സിലബസാണ് നമുക്ക് പഠിക്കാൻ വരുന്നത്. മെയിനായിട്ട് വരുന്നത് ജനറൽ അനാറ്റമി വരുന്നുണ്ട്, ഹ്യൂമൻ അനാറ്റമി, നമ്മുടെ ഹെഡ് മുതൽ ടോ വരെയുള്ള
ഹ്യൂമൻ അനാട്ടമി പഠിക്കാൻ വരുന്നുണ്ട്. പിന്നെ അത് പോയിട്ട് പ്രിൻസിപ്പിൾ ഓഫ് മെഡിക്കൽ ഇമേജിങ്, അതായത് ഇപ്പോൾ എക്സ്റേ എടുക്കുന്ന കാര്യം ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, അതിൻ്റെ ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഒരു 2 ഡൈമെൻഷണൽ പിക്ചർ എടുത്ത് അതിൻ്റെ ഡയഗ്നോസ് ചെയ്യുന്ന ഡോക്ടർ ആണെങ്കിൽ പോലും ബാക്കി നമ്മൾ റൈറ്റിംഗ് കാര്യങ്ങളെല്ലാം നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതെല്ലാം നമ്മൾ പഠിക്കേണ്ടി വരുന്നുണ്ട്. അത് പ്രിൻസിപ്പിൾ ഓഫ് മെഡിക്കൽ ഇമേജിങ് വരുന്നുണ്ട്, മെഡിക്കൽ ബയോ കെമിസ്ട്രി വരുന്നുണ്ട്, റേഡിയോഗ്രാഫിക് ടെക്നിക്ക് വരുന്നുണ്ട്, പ്രീ ക്ലിനിക്കൽ ട്രെയിനിങ് വരുന്നുണ്ട്, റേഡിയോളജി ഫിസിക്സ് വരുന്നുണ്ട്, റേഡിയോഗ്രാഫിക് എക്യുപ്മെൻറ്റ് വരുന്നുണ്ട്, ദെൻ ക്വാളിറ്റി കൺട്രോൾ വരുന്നുണ്ട്, കമ്മ്യൂണിറ്റി ഹെൽത്ത് വരുന്നുണ്ട്. ഇത്രയും ഡിപ്പാർട്ട്മെൻറ്റ്സാണ് നമ്മുടെ റേഡിയോളജി പഠിക്കുന്ന സ്റ്റുഡൻറ്റിന് വരുന്ന ഡിപ്പാർട്ട്മെൻറ്റ്. അപ്പോൾ ഇതിൽ തിയറിയും വരുന്നുണ്ട്, പ്രാക്ടിക്കലും വരുന്നുണ്ട്. ഫസ്റ്റ് ഇയർ വരുമ്പോൾ അറൗണ്ട് ഒരു 4 സബ്ജക്റ്റ് ആയിരിക്കും നിങ്ങൾക്ക് ഉണ്ടായിരിക്കുന്നത്. ഹ്യൂമൻ അനാട്ടമി, ഫിസിയോളജി, ബയോ കെമിസ്ട്രി, ദെൻ വരുന്ന പ്രിൻസിപ്പിൾ ഓഫ് മെഡിക്കൽ ഇമേജിങ്. ഇത്രയും ഡിപ്പാർട്ട്മെൻറ്റ്സാണ് ഫസ്റ്റ് ഇയർ വരുന്നത്. ഇതിൻ്റെ ക്ലിനിക്ക് വരുന്നില്ല, അല്ലാണ്ട് ലാബ് വരുന്ന പ്രാക്ടിക്കൽസും വരുന്നുണ്ട്, അതിനോടൊപ്പം തിയറി വരുന്നുണ്ട്, വൈവ വരുന്നുണ്ട്. ഓക്കെ, അത് കഴിഞ്ഞതിന് ശേഷം ബാക്കി സെക്കൻഡ് ഇയർ മുതൽ നിങ്ങൾക്ക് ക്ലിനിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ സെക്കൻഡ് ഇയർ മുതൽ ഹോസ്പിറ്റലിൽ പോസ്റ്റിങ്സ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് സെക്കൻഡ് ഇയർ തുടങ്ങിയിട്ട് നിങ്ങൾക്ക് തിയറി വരുന്നുണ്ട്, ക്ലിനിക്കൽ ലാബ് വരുന്നുണ്ട്, ദെൻ വൈവ. ഇത്രയുമാണ് നിങ്ങളുടെ ഒരു കോഴ്സ്. അത് സെക്കൻഡ് ഇയറും തേർഡ് ഇയറും വരുന്നുണ്ട്. തേർഡ് ഇയർ നമ്മുടെ ഒരു TCC ആയിട്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുക. അതായത് നമുക്കൊരു പ്രോജക്റ്റ് തരും, അതിന് നമ്മൾ ഒരു ഗൈഡിൻ്റെ അണ്ടറിലായിരിക്കും നിൽക്കുന്നത്. ആ ഗൈഡിൻ്റെ അണ്ടറിൽ നിന്ന് ആ TCC കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ കോഴ്സ് കംപ്ലീറ്റ് ആവും. അത് കഴിഞ്ഞതിന് ശേഷം 1 ഇയർ ഇൻറ്റേൺഷിപ്പ് നിങ്ങൾ പഠിക്കുന്ന കോളേജിലോ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിലോ നിങ്ങൾക്ക് വർക്ക് ചെയ്യേണ്ട ഓപ്ഷനുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞാലാണ് നമ്മുടെ ഈ ഒരു കോഴ്സിന് കംപ്ലീഷൻ കിട്ടുന്നത്. ഇനി ഇതിൻ്റെ ഹയർ സ്റ്റഡീസ് എന്തൊക്കെയാണ് നോക്കുക. ഹയർ സ്റ്റഡീസ് നമുക്കിപ്പോൾ MSc എടുക്കേണ്ട ഓപ്ഷനുണ്ട്, MSc കഴിഞ്ഞിട്ട് PhD പോകാണ്ട് ഓപ്ഷനുണ്ട്. ഇപ്പോൾ MSc എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടീച്ചിങ് പ്രൊഫഷനിൽ താല്പര്യമുള്ള ആൾക്കാർക്കാണെങ്കിൽ ഇപ്പോൾ ടീച്ചിങ് പ്രൊഫഷനിലോട്ട് പോകാം. നമുക്ക് ഈ ഡിപ്പാർട്ട്മെൻറ്റിലൊന്നും വർക്ക് ചെയ്യാൻ വയ്യ, ടീച്ചിങ് ആണ് താല്പര്യമെങ്കിൽ നമുക്ക് MSc എടുത്തതിന് ശേഷം ടീച്ചിങ്ങിലോട്ട് പോകാം. പിന്നെ ഇതിൻ്റെ റിസർച്ച് മേഖലയിലോട്ട് പോകുന്നതെങ്കിൽ PhD എടുക്കേണ്ട ഓപ്ഷൻസും ഉണ്ട്. ഇതിൻ്റെ ഒരു നമുക്ക് കേരളത്തിനകത്ത് ഈ പറഞ്ഞ പോലെ LBS ത്രൂ ആണ് അലോട്ട് നടക്കുന്നത്, ഗവൺമെൻറ്റാണ് അലോട്ട് ചെയ്യുന്നത്. കോളേജുകളുടെ എണ്ണം വളരെ കുറവാണ്. ഒരു 95% എബോവ് ഉണ്ടെങ്കിൽ മാത്രമേ കേരളത്തിനകത്ത് പോസിബിൾ ഉള്ളൂ. ഇല്ല എങ്കിൽ കേരളത്തിന് പുറത്ത് അഡ്മിഷൻസ് എടുക്കാം. ഇപ്പോൾ എറൗണ്ട് പ്രൈവറ്റ് കോളേജുകൾ വരുമ്പോൾ എറൗണ്ട് ഒരു 1 ലക്ഷം മുതൽ 1.5-2 ലക്ഷം രൂപ വരെ ആയിരിക്കും ഇയർലി ഫീസ് വരുന്നത്. ഡിപ്പെൻസ് ഓൺ കോളേജാണ്. ഇപ്പം നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾ മെയിനായിട്ട് നോക്കേണ്ടത് നിങ്ങൾ പഠിക്കുന്ന കോളേജിൽ ഹോസ്പിറ്റലുണ്ടോ, ഓൺ ഹോസ്പിറ്റലുണ്ടോ, മെഡിക്കൽ കോളേജ് ക്യാമ്പസ് ആണോ അല്ലെങ്കിൽ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുള്ള ക്യാമ്പസ് ആണോ എന്ന് മെയിൻലി ചെക്ക് ചെയ്യുക. കാരണം നമുക്ക് ഈ ഒരു ഡിപ്പാർട്ട്മെൻറ്റ്സ് എടുക്കുമ്പോൾ എത്രത്തോളം നമ്മൾ പേഷ്യൻറ്റുമായിട്ട് ഇൻട്രാക്റ്റ് ഉണ്ടോ അത്രയും നമുക്ക് ഈസി ആയിരിക്കും ഫ്യൂച്ചറിൽ. ഇല്ലെങ്കിൽ നമുക്ക് ഒരുപാട് സ്ട്രഗിൾ ചെയ്യേണ്ടി വരും. നമ്മൾ പേഷ്യൻറ്റിനെ എത്രത്തോളം പേഷ്യൻസിനെ ചെയ്യുമോ അത്രയും നല്ലതാണ്. നമ്മുടെ അത്രയും എക്സ്പീരിയൻസോടെ നമ്മൾ പഠിച്ചിറങ്ങുമ്പോൾ തന്നെ അത്രയും എക്സ്പീരിയൻസോടെ നമുക്ക് ഇറങ്ങാൻ പറ്റും. ഇൻറ്റേൺഷിപ്പ് കൂടെ കഴിയുമ്പോൾ നന്നായിട്ട് നല്ലൊരു എക്സ്പീരിയൻസ് ആയിട്ട് തന്നെ നമുക്ക് ഇറങ്ങാൻ പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് ഓവറോൾ ഇതിൻ്റെ കാര്യം വരുന്നത്. പിന്നെ എബ്രോഡ് ചോദിക്കുന്ന കുട്ടികളുണ്ട്. ഇപ്പോൾ എബ്രോഡ് പോയി കഴിഞ്ഞാൽ ഇതിന് ചാൻസസ് ഉണ്ട്. ഒത്തിരി ചാൻസസ് ഉള്ള ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ്. ആൺകുട്ടികൾക്കായാലും പെൺകുട്ടികൾക്കായാലും ഒരുപോലെ ചാൻസ് ഉള്ള ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ്. ഇപ്പോൾ പുറത്ത് പോകുമ്പോൾ അവരുടേതായ ലൈസൻസ് എക്സാം ഉണ്ട്. അത് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുറത്ത് പോയിട്ട് വർക്ക് ചെയ്യേണ്ട ഓപ്ഷനുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് കൂടുതലായിട്ട് എന്തെങ്കിലും അറിയണമെങ്കിലോ അഡ്മിഷൻ റിലേറ്റ് ചെയ്ത് എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കണമെന്നുണ്ടെങ്കിലോ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് അയക്കുകയോ കോൾ ചെയ്യുകയോ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഡീറ്റെയിൽ കാര്യങ്ങൾ ഷെയർ ചെയ്ത് തരാം. അപ്പം ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളിടുന്ന എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും.